ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് അവർ എക്സസൈസ് 8.4 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ 10 സബ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രദ്ധിക്കുക. ദാണ്ട് നമുക്ക് പ്രൂവ് ചെയ്യണം cosec theta minus cot theta the whole square is equal to 1 minus cos theta divided by 1 plus cos theta എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന്റെ LHS നെ മാത്രം കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദിസ് ഇക്വേഷൻ. ഓക്കെ, അതാരാണ് cosec theta minus cot theta. ഈ cosec theta എനിക്ക് ഏത് രീതിയിലേക്ക് മാറ്റി എഴുതാം? ഞാൻ എഴുതുന്നത് എങ്ങനെയാണ്? 1 by sin theta എന്നാണ് മാറ്റി എഴുതുന്നത്. മൈനസ് cot theta എനിക്ക് എങ്ങനെ എഴുതാം? cot theta is equal to cos theta divided by sin theta. സോ നോക്കിക്കേ, ഞാൻ cos theta divided by sin theta എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി എഴുതി. ക്ലിയർ ആണല്ലോ? cosec theta അതിന്റെ റെസിപ്രോക്കൽ ആയ sin theta ടേംസിൽ എഴുതി, ആൻഡ് cot theta നമ്മൾ cos theta divided by sin theta എന്നുള്ള രീതിയിൽ എഴുതി. ഓക്കെ, അപ്പോൾ എന്നിട്ട് the whole square which is equal to നോക്കിക്കേ, ഈ രണ്ട് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്ററുകൾ സെയിം അല്ലേ? അങ്ങനെയാണെങ്കിൽ അവരുടെ ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് 1 by cos theta divided by sin theta the whole square എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ സ്ക്വയർ രണ്ടുപേർക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെയായിട്ട് 1 minus cos theta the whole square divided by എന്തെന്ന് കിട്ടും? sin square theta എന്നാണ് കിട്ടുന്നത്. ആണല്ലോ? which is equal to, ഇനി ശ്രദ്ധിക്കണം, വെറുതെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യരുത്. ഓക്കെ, നമുക്ക് ഇവിടെ ഓരോ സ്റ്റെപ്പിൽ എത്തുമ്പോൾ ആലോചിക്കണം, ഈ നമുക്ക് തന്നിട്ടുള്ള ഓരോ ട്രിഗണോമെട്രിക് ഫംഗ്ഷനെയും മറ്റെന്തെങ്കിലും ടേംസിലേക്ക് മാറ്റാൻ കഴിയുമോ, അങ്ങനെ എന്തെങ്കിലും ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയോ അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആംഗിൾ ഓഫ് ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്തെങ്കിലും പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ അവിടെ ചിന്തിക്കാം. അപ്പൊ നോക്കിക്കേ, ഞാൻ ഈ 1 minus cos theta the whole square രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് 1 minus cos theta into 1 minus cos theta. ഓക്കെ, അങ്ങനെയാണല്ലോ 1 minus cos theta the whole square എന്ന് കിട്ടുന്നത്, ഡിവൈഡഡ് ബൈ sin square theta. നമ്മൾ പഠിച്ചിട്ടുള്ള ഫസ്റ്റ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? sin square theta plus cos square theta is equal to 1 എന്ന് പഠിച്ചിട്ടുണ്ട്. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും ഈ sin square theta ക്ക് പകരം എനിക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? is equal to 1 minus cos square theta. ആണല്ലോ? അപ്പൊ ഞാൻ ഈ ഡിനോമിനേറ്ററിൽ എന്ത് കൊടുക്കുന്നു? 1 minus cos square theta എന്ന് കൊടുക്കുന്നു. അപ്പൊ നോക്കിക്കേ, 1 minus cos square theta എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 1 കൂടെ സ്ക്വയർ കൊടുത്താൽ എങ്ങനെയാണ് വരുന്നത്? a square minus b square എന്ന രൂപത്തിലല്ലേ വരുന്നതാണ്. a square minus b square എന്ന രൂപത്തിൽ വരും, which is equal to നമുക്ക് എന്തെന്ന് എഴുതാം? a plus b into a minus b എന്ന് എഴുതാൻ കഴിയും. ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനെ ഞാൻ ആ രീതിയിലേക്ക് മാറ്റി എഴുതുന്നു. ദാറ്റ് ഈസ് 1 plus cos theta, okay, 1 plus cos theta into 1 minus cos theta ഈ ഒരു രൂപത്തിലേക്ക് മാറ്റി എഴുതുകയാണ്. അപ്പൊ നോക്കിക്കേ, ഈ ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിൽ നമുക്ക് കോമൺ ആയിട്ട് 1 minus cos theta യും ഡിനോമിനേറ്ററിലും 1 minus cos theta ഉണ്ട്. സോ ബോത്ത് ആർ ക്യാൻസൽഡ്, ആൻഡ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1 minus cos theta divided by 1 plus cos theta എന്നാണ് നമുക്ക് കിട്ടുന്നത്, which is our RHS. okay, which is equal to RHS. okay, ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരുന്നത്. okay, so students, we are moving to the second sub question of our fifth question. question ഇതാണ് പറയുന്നത്, cos A divided by 1 plus sin A plus 1 plus sin A divided by cos A is equal to 2ck എന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. So I am going to consider the LHS of the given equation, that is left hand side is equal to, എന്നാലോചിക്കേ, cos A divided by 1 plus sin A എന്ന് പറയുന്നത് ഫ്രാക്ഷനും 1 plus sin A divided by cos A എന്ന് പറയുന്നതും എന്താണ്? ഒരു ഫ്രാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ രണ്ട് ഫ്രാക്ഷൻസിനെ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ആണ്. ദാറ്റ് ഈസ് നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. cos A into cos A which is equal to എത്രയാണ്? cos square A, നടുക്കത്തെ സൈൻ അതേപോലെ കൊടുക്കുക, പ്ലസ് 1 plus sin A into 1 plus sin A എന്ന് പറഞ്ഞാൽ ആരാണ്? 1 plus sin A the whole square എന്ന് വരും. the whole divided by, ഇനി ആരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മൾ ഡിനോമിനേറ്റേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് cos A into 1 plus sin A. okay, 1 plus sin A. okay, ഇനി നമ്മുടെ ഈ ഡിനോമിനേറ്ററിനെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ബാക്കി ന്യൂമറേറ്ററിൽ മാറ്റങ്ങൾ വരുത്തിയാണ്. ദാറ്റ് ഈസ് നോക്കുക, cos square A അതേപോലെ നിൽക്കട്ടെ, പ്ലസ് ഈ a plus b the whole square എന്നുള്ള രൂപത്തിൽ കിടക്കുന്ന 1 plus sin A the whole square നെ നമ്മൾ എന്ത് ചെയ്യുന്നു? a square plus b square plus 2ab എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതുന്നു. ദാറ്റ് ഈസ് 1 square plus sin square A plus 2 sin A എന്നുള്ള രീതിയിൽ കിട്ടും. the whole divided by cos A into 1 plus sin A എന്ന് എഴുതാൻ കഴിയും. ആണല്ലോ? അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ 1 സ്ക്വയർ ഉണ്ട്. ആരാണ്? 1 ആണ്. ഇവിടെ നോക്കുക, cos square A plus sin square A
ഫസ്റ്റ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. സോ നമുക്ക് ഇവിടെ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു നോക്കിക്കേ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഞാൻ 1 എന്നും പ്ലസ് നമുക്ക് ഓൾറെഡി ഒരു 1 സ്ക്വയർ ഉണ്ട്, ദാറ്റ് ഇസ് പ്ലസ് 1. പിന്നെ നമുക്ക് ആരാണുള്ളത്? 2 സൈൻ എ ആണ് അവിടെ ഉള്ളത്. താഴെയുള്ള ഡിനോമിനേറ്ററിന് അതേപോലെ കൊടുക്കുന്നു, ദാറ്റ് ഇസ് കോസ് എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി വിച്ച് ഈസ് ഈക്വൽ ടു നോക്കിയേ 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2. ഓക്കെ, 2 പ്ലസ് 2 സൈൻ എ ഓക്കെ ഡിവൈഡഡ് ബൈ കോസ് എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഈ ന്യൂമറേറ്ററിലുള്ള രണ്ട് ടേംസിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2നെ കോമൺ എടുത്താൽ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? 2 ഇൻറ്റു 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ ഇൻറ്റു എന്ത് കിട്ടും? 1 പ്ലസ് സൈൻ എ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് ആരുണ്ട്? 1 പ്ലസ് സൈൻ എ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവ രണ്ടും ക്യാൻസൽ ആയി പോകും. നമുക്ക് എന്തെന്ന് കിട്ടും? 2 ഡിവൈഡഡ് ബൈ കോസ് എ എന്നാണ് കിട്ടുന്നത്. ആണല്ലോ, കോസ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ റെസിപ്രോക്കൽ ആണ്? സീക്കിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പൊ എനിക്ക് ഇതിനെ 2 ഇൻറ്റു 1 ബൈ കോസ് എ എന്ന് എഴുതിയാൽ ഈ 1 ബൈ കോസ് എയുടെ വാല്യൂന് പകരം ആരെ കൊടുക്കാൻ പറ്റും? സീക്ക് എ കൊടുക്കാൻ പറ്റും. സോ ഞാൻ എന്തെന്ന് എഴുതുന്നു? 2 സീക്ക് എ എന്ന് എഴുതുന്നു, വിച്ച് ഈസ് ദ RHS ഓഫ് അവർ ഗിവൺ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ RHS നമുക്ക് കിട്ടി, ദാറ്റ് ഇസ് LHS ഈസ് ഈക്വൽ ടു RHS എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സോ ഹെൻസ് ദി പ്രൂഫ്. ഓക്കെ, so students, we are moving to the third sub question of our fifth question. The question എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? tan theta divided by 1 minus cot theta plus cot theta divided by 1 minus tan theta is equal to 1 plus sec theta cosec theta. ഓക്കെ, അപ്പൊ ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ടേംസിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവും, എന്താണ് ചെയ്യേണ്ടതെന്ന് പിടിയിട്ടതാക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇതിന്റെ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഉണ്ടല്ലോ, റിലേഷൻഷിപ്പ് വരുന്ന, അത് വെച്ചിട്ട് ചെയ്യാൻ നോക്കാം. ദാറ്റ് ഇസ് tan തീറ്റ. നമ്മൾ LHSനെ മാത്രം കൺസിഡർ ചെയ്യുന്നു. tan തീറ്റ എനിക്ക് എങ്ങനെ എഴുതാം? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും, ഡിവൈഡഡ് ബൈ 1 മൈനസ് കോട്ട് തീറ്റ എനിക്ക് എങ്ങനെ എഴുതാം? കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് എഴുതാൻ കഴിയും. ആണല്ലോ, പ്ലസ് നെക്സ്റ്റ് കോട്ട് തീറ്റ എങ്ങനെ എഴുതാം? കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കുക, സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് എഴുതാൻ കഴിയും. ആണല്ലോ, അപ്പോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക, എന്ത് ചെയ്യരുത്? ഇപ്പോഴേ ഇവിടെ എന്ത് ചെയ്യരുത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യരുത്. ഈ ഫ്രാക്ഷൻസിന് ഇവരെ ഒറ്റ ഫ്രാക്ഷൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അതിനു മുന്നേ ഈ ന്യൂമറേറ്ററിലുള്ള ഫ്രാക്ഷൻസ് ഉണ്ടല്ലോ, അവരെ നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. ദാറ്റ് ഇസ് 1 മൈനസ് കോസ് ഇതാണ് 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റയും 1 മൈനസ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റയും ഇവരെ കുറച്ചും കൂടെ ചെറുതാക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നോക്കിക്കേ, നമ്മുടെ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ അതേപോലെ നിൽക്കും, ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കിക്കേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് 1 ബൈ 1 എന്നുള്ള രൂപത്തിൽ എടുത്താൽ 1 ഇൻറ്റു സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ്? സൈൻ തീറ്റ മൈനസ് 1 ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ്? കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ്? സൈൻ തീറ്റ. ഓക്കെ, ഇനി പ്ലസ് സൈൻ അതേപോലെ കൊടുക്കുക. ബാക്കി നമുക്ക് ആരാണ്? കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ നോക്കിക്കേ 1 ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ്? കോസ് തീറ്റ മൈനസ് 1 ഇൻറ്റു സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ എന്നുള്ള രൂപത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ താഴത്തെ ഫ്രാക്ഷൻസിനെ കൺസിഡർ ചെയ്യുന്ന രീതി ഇനി കളഞ്ഞു. ഇനി ഇതാ ഇതിനെ ഒറ്റ ഫ്രാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. അത് ആ ഒരു ഫ്രാക്ഷന്റെ മുകളിലും താഴെയും എന്തുണ്ട്? ഫ്രാക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഒന്നിച്ചാക്കാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിന്റെ ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് ന്യൂമറേറ്ററിന്റെ ഫ്രാക്ഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ദാറ്റ് ഇസ് ശ്രദ്ധിക്കുക, എഴുതുന്ന രീതി ശ്രദ്ധിക്കാം. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റയെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആറ് റെസിപ്രോക്കൽ ഉണ്ട്. ഈ ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷന്റെ റെസിപ്രോക്കലും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? സൈൻ തീറ്റ ഡിവൈഡ് ബൈ സൈൻ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ എന്നുള്ള രൂപത്തിൽ കിട്ടും. പ്ലസ് സൈൻ അതേപോലെ കൊടുക്കുക. ഇതേ തന്നെ നമ്മൾ അവിടെ ചെയ്യുന്നു. ദാറ്റ് ഈസ് നോക്കുക, കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ഇൻറ്റു താഴെ തന്നിരിക്കുന്ന ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിലുള്ള ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് ന്യൂമറേറ്ററിലുള്ള ഫ്രാക്ഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ആണല്ലോ, അപ്പൊ ഇനി നോക്കിക്കേ, which is equal to sin theta into sin theta is equal to what? Sin square theta divided by നോക്കിക്കേ cos theta into sin theta
മൈനസ് കോസ് തീറ്റ. അത് അതേപോലെ നമുക്ക് എഴുതാം. രണ്ട് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ എന്നുള്ള രൂപത്തിൽ അതേപോലെ എഴുതി പ്ലസ് സൈൻ കൊടുത്തു. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു വാട്ട്? കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കിക്കേ സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാല് ഞാൻ നോക്കിക്കേ എന്റെ ഈ രണ്ട് ഫ്രാക്ഷൻസിന്റെ ന്യൂമറേറ്ററിലുള്ള ഡിനോമിനേറ്ററിലുള്ള ഈ രണ്ട് ടേംസ് ഉണ്ടല്ലോ, ഈ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. ഇപ്പുറത്ത് നമ്മൾ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ആണ്. അപ്പൊ രണ്ടിനെയും എന്താക്കാൻ നോക്കുന്നു? സെയിം ആക്കാൻ ശ്രദ്ധിക്കും. അപ്പൊ സെയിം ആക്കണമെങ്കിൽ ഒന്നുകിൽ ഞാൻ ഇതിന്റെ സൈൻ മാറ്റണം. അതായത് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞെങ്കിൽ ഇതിനെ നമ്മൾ -1 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമ്മളൊരു -1 പുറത്തെടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും എടുക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ ഈ രണ്ടാമത്തെ പേരിൽ നിന്നും ഒരു -1 പുറത്തെടുക്കുന്നു. -1 പുറത്തെടുക്കുമ്പോൾ നമുക്ക് സൈൻ തീറ്റ അതേപോലെ തന്നെ നിൽക്കും. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയിൽ നിന്നും -1 എടുത്താൽ ബാക്കി നമുക്ക് ആരാണുള്ളത്? മൈനസ് കോസ് തീറ്റ ആണുള്ളത്. ഓക്കെ, ഇനി മൈനസ് സൈൻ തീറ്റയിൽ നിന്ന് നമ്മളൊരു -1 മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ആരെ കിട്ടും? പ്ലസ് സൈൻ തീറ്റ ആണ് ഉള്ളത് ആണല്ലോ. അപ്പൊ ഈ പുറത്തെടുത്ത -1 നമ്മൾ എവിടെ കൊടുക്കണം? ഇവിടുത്തെ സൈൻ മാറ്റി മൈനസ് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നിട്ടുള്ളത് നേരെ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞാലാണ് സൈൻ ക്യൂബ് തീറ്റ ഇൻറ്റു ബാക്കിയുള്ളതിന് അതേപോലെ കൊടുക്കുക. ദാറ്റ് ഈസ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ മൈനസ് cos theta into cos square theta is equal to what? Cos cube theta into ബാക്കി നമുക്ക് ആരുണ്ട്? sin theta minus cos theta ഒന്നുണ്ട്. The whole divided by നമുക്ക് എന്തെന്ന് കിട്ടും? cos theta sin theta. Okay, that is sin theta cos theta into sin theta minus cos theta the whole square എന്നാണ് വരുന്നത്. ഓക്കെ, the sin theta minus cos theta, sin theta minus cos theta രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sin theta minus cos theta the whole square എന്ന് കിട്ടും. ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് ടേംസിൽ എന്ത് കോമൺ ഉണ്ട്? sin theta minus cos theta ഉണ്ട്. ഇവിടെയും sin theta minus cos theta ഉണ്ട്. നമ്മുടെ ഈ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ ആരുണ്ട്? sin theta minus cos theta the whole square ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും ഒരു പെയറും ഇവരെല്ലാരും കട്ട് ചെയ്ത് പോകും. ബാക്കി നമുക്ക് ലെഫ്റ്റ് ചെയ്യുന്ന ആര് മാത്രമാണ്? sin cube theta minus cos cube theta the whole divided by അവിടെ നോക്കിക്കേ, പിന്നെ അവിടെ ലെഫ്റ്റ് ചെയ്യുന്നത് ആരാണ്? sin theta cos theta. ഓക്കെ, sin theta cos theta into sin theta minus cos theta. ഓക്കെ, sin theta minus cos theta. നമുക്ക് അതിന്റെ സ്ക്വയർ വേണോ? വേണ്ട. ആ സ്ക്വയറിലുള്ള ഒരെണ്ണത്തിന് എടുത്തിട്ടാണ് നമ്മൾ ബാക്കി ഇതാ മുകളിലുള്ള രണ്ട് ടേംസിൽ നിന്ന് എന്ത് ചെയ്ത് കോമൺ എടുത്ത് കട്ട് ചെയ്ത്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കുന്ന അവിടെ നോക്കാം. നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ശ്രദ്ധിക്കുക. a ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? a മൈനസ് ബി ഇൻറ്റു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആണല്ലോ. അപ്പൊ അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് സൈൻ ക്യൂബ് തീറ്റ മൈനസ് കോസ് ക്യൂബ് തീറ്റ. അതിന് പകരം എ ക്യൂബ് മൈനസ് ബി ക്യൂബിന്റെ ജനറൽ ആ ഒരു എക്സ്പാൻഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് എ മൈനസ് ബി, ദാറ്റ് ഈസ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. ഓക്കെ, ഇൻറ്റു നോക്കിക്കേ എ സ്ക്വയർ ദാറ്റ് ഈസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, പ്ലസ് എ ബി ദാറ്റ് ഈസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദ ഹോൾ ഡിവൈഡഡ് ബൈ താഴെ നമുക്ക് ആരാണുള്ളത് നോക്കിക്കേ? സൈൻ തീറ്റ ഉണ്ട്, കോസ് തീറ്റ ഉണ്ട്, സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഉണ്ട്. ഓക്കെ, ഇനി ഒന്ന് നോക്കിക്കേ, ഇവിടുത്തെ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയും ഇവിടുത്തെ സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റയും എന്തായിപ്പോ? ക്യാൻസൽ ആയിപ്പോ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് കിട്ടും? 1 ആയിട്ട് കിട്ടും ആണല്ലോ. നോക്കിക്കേ, എങ്ങനെ എഴുതാം? 1 പ്ലസ് നോക്കുക, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരമാണ് നമ്മൾ 1 കൊടുത്തത്. പ്ലസ് പിന്നെ ആരുണ്ട്? നമുക്ക് ഇവിടെ സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ പിന്നെ ആരുണ്ട്? സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, സൈൻ തീറ്റ കോസ് തീറ്റ. ഇനി നിങ്ങൾ ഒന്ന് ആലോചിക്കേ, ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് ഈ ഒരു ഡിനോമിനേറ്ററിനെ രണ്ടുപേർക്കുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 1 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും? ഇസ് ഈക്വൽ ടു നോക്കിക്കേ, ഈ സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ എന്തെന്നാണ് കിട്ടുന്നത്? +1 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ബാക്കി ഇവിടെ നമുക്ക് ലെഫ്റ്റ് ചെയ്യുന്ന ആരാണ്? 1 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞിട്ട് 1 ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? 1 ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ കൊസീക് തീറ്റ ആണ് ആണല്ലോ. അപ്പൊ ഈ 1 ബൈ സൈൻ തീറ്റയ്ക്ക് പകരം എനിക്ക് കൊസീക് തീറ്റ എന്ന് കൊടുക്കാം. ഇനി 1 ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ സീക് തീറ്റ. അപ്പൊ എനിക്ക് ഫൈനൽ ആൻസർ എന്തായിട്ടാണ് കിട്ടുന്നത്? ഈസ് ഈക്വൽ ടു 1 പ്ലസ് സീക് തീറ്റ ഇൻറ്റു കൊസീക് തീറ്റ എന്നാണ് കിട്ടുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്, പക്ഷെ ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്പ് നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്.
So students, we are moving to the fourth sub question of our fifth question. Let's ശ്രദ്ധിക്കുക. Question പറഞ്ഞത് ഇങ്ങനെയാണ്. 1 plus sec a divided by sec a is equal to sin square a divided by cos a. Okay, അപ്പോൾ നമ്മൾ LHS നെ മാത്രം എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. is equal to 1 plus sec a ക്ക് പകരം ഞാൻ അതിന്റെ റെസിപ്രോക്കൽ ആയ cos a യുടെ ടേംസിൽ കൊടുക്കുന്നു. that is 1 by cos a. അതേപോലെ sec a ദാണ്ടെ 1 by cos a എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്, which is equal to, ഇനി നോക്കി ഈ മുകളിലുള്ള ഈ ഒരു ഫ്രാക്ഷനെ ഞാൻ എന്ത് ചെയ്യുന്നു, സം ചെയ്യുന്നു by cross multiplication method. 1 into cos a is equal to cos a plus 1 into 1 is equal to 1 divided by cos a. Okay, the all divided by 1 by cos a എന്നാണ് നമുക്ക് കിട്ടുന്നത് ആണല്ലോ. അപ്പൊ ദാ നോക്കിക്കേ, നമുക്ക് മുകളിലുള്ള ഫ്രാക്ഷന്റെയും താഴെയുള്ള ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. സോ അത് രണ്ടും എന്തായിട്ട് പോകും, ക്യാൻസൽ ആയി പോകും. നമുക്ക് എന്തെന്ന് കിട്ടും, cos a plus 1 divided by 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാ നോക്കിക്കേ, നമുക്ക് ഇവിടെ വേണ്ടത് എങ്ങനെയാണ്, sin square a divided by 1 minus cos a എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. നമുക്കിപ്പോ ഇവിടെ വന്നപ്പോ ഇത് കണ്ടാൽ ഒരു ആൻസർ ആണ് എന്നുള്ള രീതിയിലാണ് വന്ന് നിൽക്കുന്നത്. ദാറ്റ് ഇസ് cos a plus 1. ഈ ഡിവൈഡഡ് ബൈ 1 നെ മാറ്റി cos a plus 1 എന്നായിട്ട് മാറും. പക്ഷെ നമുക്ക് അതാണോ വേണ്ടത്, അല്ല. അപ്പൊ നോക്കിക്കേ, അതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തണം. ഓക്കെ, അതെന്താണെന്ന് വെച്ചാല് ഇതിന്റെ രണ്ടിന്റെ ഡിനോമിനേറ്റേഴ്സിനെ നോക്കുക. ഇവിടെ 1ഉം ഇത് 1 മൈനസ് cos a ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ ഞാൻ എന്ത് ചെയ്യുന്നു, 1 മൈനസ് cos a കൊണ്ട് എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിക്കുക, ഈ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ മാത്രം ചെയ്താൽ മതിയോ, മാത്രം ചെയ്താൽ ആ ഒരു ഫ്രാക്ഷന്റെ വാല്യൂ മാറിപ്പോകും ആണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ന്യൂമറേറ്ററിനെയും അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 മൈനസ് cos a കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ നോക്കിക്കേ, നമുക്ക് എങ്ങനെയാണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കുക, ഞാൻ ഈ cos a plus 1 നെ മറ്റൊരു രീതിയിൽ മാറ്റിയിരുന്നു. ദാറ്റ് ഇസ് 1 plus cos a തിരിച്ചെഴുതുന്നു. എന്നാലേ നമുക്ക് ഇത് കാണുമ്പോൾ a plus b into a minus b എന്നുള്ള ഫോമില് വരുത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യം, a plus b into a minus b is equal to what, a square minus b square. So 1 square, that is 1 minus cos square a എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 1 minus cos a എന്നാണ് കിട്ടുന്നത്. അപ്പൊ അതാ നോക്കിയേ, നമുക്ക് വേണ്ട ഡിനോമിനേറ്റർ നമുക്ക് കിട്ടി 1 മൈനസ് കോസ് എ. നമുക്ക് ന്യൂമറേറ്ററിന് വേണം 1 മൈനസ് കോസ് സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ വേണ്ടത് സൈൻ സ്ക്വയർ എന്നാണ്. വി നോ ദി ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഇതിൽ നിന്നും നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ എങ്ങനെ എഴുതാൻ പറ്റും, 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് 1 മൈനസ് കോസ് സ്ക്വയർ എ വിൽ ബി ഈക്വൽ ടു sin square a, okay, divided by baki 1 minus cos a, which is equal to the RHS of the given equation in the question. Okay, so students, we are moving to the fifth sub question of our fifth question. Question എങ്ങനെയാണ് പറയുന്നത്, cos a minus sin a plus 1 divided by cos a plus sin a minus 1 is equal to cosec a plus cot a എന്ന് നമുക്ക് എന്ത് ചെയ്യണം, തെളിയിക്കണം. ഓക്കെ, അപ്പൊ നാം നോക്കിക്കേ, ഇവിടെ നമുക്ക് cos a sin a ടേംസ് ആണുള്ളത്, ഇവിടെ cosec a cot a ടേംസ് ആണുള്ളത്. അപ്പം നമുക്ക് ഈ cos a യും sin a ഒക്കെ മാറ്റി എന്താക്കണം, cosec and cot ന്റെ ടേംസിലാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ദ കോസിനെ സൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താവും, അത് കോട്ട് ആവും. ഇപ്പൊ എന്താ, ഞാൻ അതേപോലെ ഇവിടെ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യുന്നോ അത് തന്നെ ഡിനോമിനേറ്ററിലും ചെയ്യണം. അപ്പോ ഇത് ചെയ്യുമ്പോഴത്തേക്കും എല്ലാത്തിനും അത് ബാധകവുമാണ് ആണല്ലോ. അപ്പൊ cos a സൈൻ a കൊണ്ട് ഡിവൈഡ് ചെയ്താൽ sin a സൈൻ a കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 1നെയും സൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 ഡിവൈഡ് ബൈ സൈൻ എന്ന് പറഞ്ഞാൽ ആരാണ്, cosec a ആണ് ആണല്ലോ. അപ്പൊ നമുക്ക് കൊസീക്കിന്റെയും കോട്ടിന്റെയും ടേംസിലേക്ക് മാറ്റാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള ടേംസിനെ എന്ത് ചെയ്യുക, എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, സൈൻ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നോക്കിക്കേ, ഞാൻ LHS is equal to നോക്കുക, എഴുതുന്നത് എങ്ങനെയാണ്, cos a minus sin a plus 1 divided by sin a. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ, ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, താഴെ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ഫ്രാക്ഷന്റെ വാല്യൂന് എന്ത് വരുന്നില്ല, മാറ്റം വരുന്നില്ല. ഓക്കെ, ഇതാ നോക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു cos a പ്ലസ് സൈൻ എ മൈനസ് 1 ഡിവൈഡഡ് ബൈ സൈൻ എ എന്നാണ് നമ്മൾ ചെയ്യുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു, എന്നാലോചിക്കേ, cos a ഡിവൈഡഡ് ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു വാട്ട്, cot a, മൈനസ് സൈൻ എ ഡിവൈഡഡ് ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു വാട്ട്, ഇസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു വാട്ട്, cosec a. ഓക്കെ, ദ ഹോൾ ഡിവൈഡഡ് ബൈ, ഇനി നോക്കുക, cos a ഡിവൈഡഡ് ബൈ സൈൻ എ ഇസ് ഈക്വൽ ടു വാട്ട്, cot a പ്ലസ് sin a divided by sin a is equal to plus 1 minus 1 by sin a is equal to what, cosec a. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ആണല്ലോ. അപ്പോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക, അതായത് ഇവിടെ നോക്കുക, ഈ 1നെ ഞാൻ അങ്ങ് മാറ്റി നിർത്തുകയാണ്, ബാക്കിയുള്ളവരെ അടുത്ത് എഴുതിയാണ്. അതായത് നോക്കുക, cot a പ്ലസ് cosec a, അതിനെ നമ്മൾ ഇവിടെ എഴുതി. ഈ ഒരു -1 ഉണ്ടല്ലോ, ഈ -1ന് പകരം നമ്മൾ ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് cosec square a minus
കോഡ് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 1 എന്ന് പഠിച്ചിട്ടുണ്ട് ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 1ന് പകരം ഇതിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഇസ് നോക്കിക്കേ, കൊസീക് സ്ക്വയർ എ മൈനസ് കോഡ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ, ഓക്കെ, ഡിവൈഡഡ് ബൈ ബാക്കിയുള്ളത് അതേപോലെ തന്നെ കൊടുക്കുകയാണ്. പക്ഷെ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നു, എന്താണ്, കോഡ് എ മൈനസ് കൊസീക് എ ഒന്നിച്ചും +1 ഇങ്ങനെ ഈ രീതിയിൽ കൊടുക്കുകയാണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു, ന്യൂമറേറ്ററിൽ മാത്രമേ നമ്മൾ ഈ ഒരു മാറ്റം വരുത്തുന്നുള്ളൂ. നോക്കിക്കേ, കോഡ് എ പ്ലസ് കൊസീക് എ പ്ലസ് നോക്കുക കൊസീക് സ്ക്വയർ എ മൈനസ് കോഡ് സ്ക്വയർ എ. ഇതിൽ വന്നിരിക്കുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുലയിലെ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്ന ഫോർമുലയിലേക്ക് മാറ്റി എഴുതിക്കൂടെ? ഇത് അവിടെ തന്നെ നിൽക്കട്ടെ. ഇതാ നോക്കുക, കോഡ് എ പ്ലസ് കൊസീക് എ, അത് നമ്മൾ അതേപോലെ അവിടെ നിർത്തുന്നു. ഓക്കെ, മൈനസ്, പിന്നെ നമുക്ക് എന്താണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ നമ്മൾ മാറ്റുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, കൊസീക് എ പ്ലസ് കോഡ് എ ഇൻറ്റു കൊസീക് എ മൈനസ് കോഡ് എ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, മൈനസ് കോഡ് എ ദ ഹോൾ ഡിവൈഡഡ് ബൈ, ബാക്കി നമുക്ക് ഇവിടെ എന്താണുള്ളത്, കോഡ് എ മൈനസ് കൊസീക് എ +1 എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത് ആണല്ലോ. അപ്പൊ ഇതായി നോക്കുക, ഇവിടെ കോഡ് എ പ്ലസ് കൊസീക് എ ഉണ്ട്, ഇവിടെയും ഒരു കോഡ് എ പ്ലസ് കൊസീക് എ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടേംസിൽ നിന്ന് നമ്മൾ അതിനെ കോമൺ എടുക്കുന്നു. ദാറ്റ് ഇസ് നമുക്ക് എങ്ങനെ കിട്ടും, കോഡ് എ പ്ലസ് കൊസീക് എ നമ്മൾ കോമൺ എടുത്താൽ ഇവിടെ പിന്നെ ആരാണ് ലെഫ്റ്റ് ചെയ്യുന്നത്, 1 ആണ്. ഓക്കെ, 1 മൈനസ് ഇവിടെ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, കൊസീക് എ മൈനസ് കോഡ് എ പ്ലസ് കോഡ് എ പുറത്തെടുക്കുന്നു. ബാക്കി നമുക്ക് എന്താണ് കിട്ടുന്നത്, മൈനസ് ഓഫ് കൊസീക് എ മൈനസ് കോഡ് എ. അപ്പൊ മൈനസ് ഓഫ് കൊസീക് എ മൈനസ് കോഡ് എ എന്ന് പറഞ്ഞാൽ ആരാണ്, പ്ലസ് കോഡ് എ, പിന്നെ ആരാണ്, മൈനസ് കൊസീക് എ. ഈ രീതിയിലാണ് വരുന്നത്. ദ ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്തെന്ന് കിട്ടും, നോക്കിയേ, കോഡ് എ മൈനസ് കൊസീക് എ +1 എന്നുള്ള രീതിയിൽ കിട്ടും. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്തുണ്ട്, 1 ആണല്ലോ, കോഡ് എ മൈനസ് കൊസീക് എ. ഇവിടെ നോക്കി, ഇവിടെ അതേപോലെ 1 code A minus cosec A. That is, these two terms are same, so they cancel each other. ബാക്കി നമുക്ക് ലെഫ്റ്റ് ചെയ്യുന്ന ആര് മാത്രമാണ്, code A plus cosec A മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ലെഫ്റ്റ് ചെയ്യുന്നത്. ഇതായിരുന്നു നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ തെളിയിക്കേണ്ടിയിരുന്നത്. ഓക്കെ.